ഹലോ എവ്രിവൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള എൻട്രൻസ് പരീക്ഷയെ പറ്റിയാണ്. അതിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കെമിസ്ട്രിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 2020 ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്താണ് ഞാൻ ഇവിടെ ഇത് ഒരു PPT പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? In the Schrodinger equation for a system, the symbol H stands for. അപ്പം H നമ്മുടെ Schrodinger equation പറ്റി അറിയാലോ. അപ്പം ആ Schrodinger equationൽ H എന്ന് പറഞ്ഞ സിമ്പിൾ എന്താണ് പറയുന്നത്? Schrodinger constant, Hamiltonian operator, energy or eigen value. അപ്പൊ നമുക്ക് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? H എന്താണെന്ന് അറിയാവോ? നമ്മൾ BSc പഠിച്ചിട്ടുണ്ട്. H ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? Hamiltonian operator. The answer. The Hamiltonian operator, denoted as H cap, is a fundamental operator in quantum mechanism. എന്താണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്? The total energy of a system. It represents the total energy of a system. So Hamiltonian operator represents total energy of a system. Okay. അപ്പം second question. Which particle among the following will have the smallest de Broglie wavelength measuring that they have the same velocity? അപ്പൊ അവർ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവരിവിടെ ഉദ്ദേശിച്ച് എന്തെന്നറിയാവോ? അപ്പം കുറച്ച് ഒരു പ്രശ്നം പറ്റി ഓപ്ഷൻസ് ഞാൻ എഴുതാൻ മറന്നുപോയി. ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കോ. ആൽഫ പാർട്ടിക്കിൾ, പോസിട്രോൺ, ഫോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, ഇതാണ് ഓപ്ഷൻസ്. അപ്പൊ അവർ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതിനാണ് സ്മോളസ്റ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് മെഷറിംഗ് ദാറ്റ് ദേ ഹാവ് സെയിം വെലോസിറ്റി? അവർക്ക് എല്ലാവർക്കും വെലോസിറ്റി സെയിം ആണ്. നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. അപ്പൊ നോക്കിക്കേ, കാണാലോ എന്താണ് പറയുന്നത്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഫോർമുല ഇസ് ഈക്വൽ ടു ലാംഡ ഇസ് ഈക്വൽ ടു എന്തുവാണ്? H/mv. ലാംഡ ഇസ് ഈക്വൽ ടു H/mv ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം ഈ ഫോർമുലയെ ബേസ് ചെയ്ത് നമുക്ക് നോക്കുമ്പോ ഇത് ലാംഡ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആർക്കാണ് വേവ് ലെങ്ത് ഏറ്റവും ഹയസ്റ്റ് അല്ലെ? സോറി ആർക്കാണ് വേവ് ലെങ്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാംഡ ഏറ്റവും ഷോർട്ടസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും H കോൺസ്റ്റന്റ് ആണ്. H കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി, ലാംഡ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/മാസ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ Hഉം കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് H/v നെ ഞാൻ മാറ്റുമ്പോൾ അവിടെ ആര് വന്നു? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വന്നു. അപ്പൊ എന്ത് മനസ്സിലായി? നമുക്ക് വേണ്ടത് എന്താണ്? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. അപ്പൊ വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞതെന്ന് പറയുമ്പോൾ മാസ് എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കും. അപ്പൊ ആൻസർ എങ്ങനെ വരും? നോക്കിക്കേ, നമ്മുടെ ഓപ്ഷൻസ് വന്നിട്ട് ആദ്യം ഓപ്ഷൻസ് വന്നിട്ട് പ്രോട്ടോൺ ആണ്, പോസിട്രോൺ ആണ്. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ അതേ മാസ് ആണ്. അപ്പൊ മാസ് കണ്ടോ? അടുത്ത് സെക്കൻഡ് ഓപ്ഷൻ ഫോട്ടോൺസ് ആണ്. ഫോട്ടോൺസ് ആർ മാസ്ലെസ് പാർട്ടിക്കിൾസ്. തേർഡ് ഓപ്ഷൻ ആൽഫ പാർട്ടിക്കിൾ ആണ്. ആൽഫ പാർട്ടിക്കിളിന് എന്തിന്റെ മാസ് ആണ്? ഹീലിയത്തിന്റെ അതേ മാസ് ആണ്. ദാറ്റ് ഇസ് ഹീലിയം എന്ന് പറയുമ്പോൾ H, ഹീലിയം, അറ്റോമിക് നമ്പർ 2, മാസ് നമ്പർ 4 ആണ്. ന്യൂട്രോണിന്റെ മാസ് എങ്ങനെയാണ്? ഇങ്ങനെ വരുന്നത്. അപ്പൊ ആൻസർ എന്ത് വരും? നിങ്ങൾക്ക് മനസ്സിലാവും. ആൻസർ ഇസ് ആൽഫ പാർട്ടിക്കിൾ. ആൻസർ എന്താണ്? ആൽഫ പാർട്ടിക്കിൾ ആണ്. കാരണം ബാക്കി എല്ലാത്തിനും കണ്ടോ, റേഞ്ച് കണ്ടോ? -31, 10⁻⁻31. ഫോട്ടോൺ ഇസ് ഈക്വൽ ടു 0. ആൽഫയ്ക്ക് എന്താണ് മാസ് നമ്പർ 4? ഇതിന് നമ്മുടെ ന്യൂട്രോണിന്റെ മാസ് നമ്പർ നോക്കിക്കേ, 1.600 10⁻27. കണ്ടോ? സോ ആൽഫ ഹാവ് വെരി ഷോർട്ട് വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഡയറക്റ്റ് ഒരു ജസ്റ്റ് ഒരു ജനറൽ നോളജിന് പറഞ്ഞതാണ്. ഇൻഡെലിബിൾ ഇങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ഷനൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇട്ട് തരുന്ന ഒരു ഇങ്ക് ഉണ്ടല്ലോ നമ്മുടെ നഖത്തില്, അത് സിൽവർ നൈട്രേറ്റ് ആണ് നമ്മുടെ കൈകളിൽ ഇട്ട് തരുന്ന ആ ഒരു മഷി. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻഡെലിബിൾ ഇങ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് ആക്ഷൻ ഉണ്ടല്ലോ. ദ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് കാൽഷ്യം ഓക്സിക്ലോറൈഡ്, also known as bleaching powder, is primarily due to the liberation of what എന്നാണ് question. The answer is nascent oxygen. Just ഒന്ന് ഓർത്താൽ മതി. ബ്ലീച്ചിങ്
action of calcium oxychloride, bleaching action of calcium oxychloride is primarily due to what? Liberation of nascent oxygen. Okay. അത്രേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ. ഒരുപാട് തവണ ചോദിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു കാൽഷ്യം ഓക്സിക്ലോറൈഡിന്റെ ബ്ലീച്ചിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കളർ റിമൂവ്, ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ കളർ റിമൂവ് ചെയ്യുന്നതല്ലേ. എന്താണ് അവിടെ നടക്കുന്നത്? നേസന്റ് ഓക്സിജന്റെ ലിബറേഷൻ കാരണമാണ് വരുന്നത്. ഈ ഒരു നേസൻ മീൻസ് ഫ്രഷ്ലി പ്രിപ്പയർഡ്. ഈ ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് ഓക്സിജൻ എന്ത് ചെയ്യും? റിയാക്ട് വിത്ത് കളേർഡ് substance, oxidizing them and converting them into colorless compounds, thereby removing the color. Okay. Next question. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്റർ, നമ്മുടെ ഇൻഡിക്കേറ്റർ ഫോർ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ഇസ് ഏതാണ്? ഓപ്ഷൻ എ ഫീനോൾ, ഓപ്ഷൻ ബി EDT, ഓപ്ഷൻ സി KMNO4. നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടൊരു ഇൻഡിക്കേറ്റർ ആണ് മെറ്റാലോക്രോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നമ്മൾ പറയും. നമ്മുടെ ആൻസർ വന്നിട്ട് EDT ആണ്. EDT is an example of metallochromic indicator and it is mainly used for complexometric titration. അടുത്ത ഈ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, അങ്ങനത്തെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുമ്പോഴേ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും. ആ ഇൻഡിക്കേറ്ററിന്റെ പേരാണ് എരിയോക്രോം ബ്ലാക്ക് ടീ. ആ ഇൻഡിക്കേറ്ററിന്റെ പേരാണ് എരിയോക്രോം ബ്ലാക്ക് ടീ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാ മതി. താങ്ക് യു. അപ്പോ ഇതുപോലത്തെ കാര്യവട്ടം ക്യാമ്പസിലെ എൻട്രൻസിനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.